Hello dear students, welcome back to ISKSA English. Okay dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സബ്ജക്റ്റിന്റെ നമ്മളെ രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ഫങ്ഷൻസും അതുപോലെ തന്നെ ഫീച്ചേഴ്സുമാണ് നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസ് അന്ന് പറഞ്ഞിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ആ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസും അതുപോലെ തന്നെ പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ചില പ്രിൻസിപ്പിൾസ്, അതായത് കമ്മ്യൂണിക്കേഷനെ ഇഫക്റ്റീവ് ആക്കുന്ന ചില പ്രിൻസിപ്പിൾസ്, കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ട ചില പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇതൊരു എസ്സേ ആണ് കേട്ടോ, പ്രധാനപ്പെട്ട ഒരു എസ്സേ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ ഡെഫിനിഷൻ ആണ്. നോക്കൂ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഇമ്പാർട്ടിംഗ് ഓർ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ by speaking, writing or using some other medium. അതായത് റൈറ്റിംഗ് അല്ലെങ്കിൽ സ്പീക്കിംഗ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യുക, നമ്മളിൽ നിന്നും മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നൽകുക. ഇമ്പാർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവൈഡ് ഓർ ഗിവ് എന്നാണ്. അപ്പോൾ ഇൻഫോർമേഷൻ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ, അത് റൈറ്റിങ്ങോ സ്പീക്കിങ്ങോ എന്തോ ആയിക്കോട്ടെ, ഇൻഫോർമേഷനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ ജോൺ അഡാളിന്റെ ആണ്. ജോൺ അഡാൾ അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യലി ദ എബിലിറ്റി ഓഫ് വൺ പേഴ്സൺ ടു മേക്ക് കോണ്ടാക്ട് വിത്ത് അനദർ. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുവാനും ആൻഡ് മേക്ക് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് അണ്ടർസ്റ്റുഡ്. അതുപോലെ തന്നെ ആ വ്യക്തി ഹിംസെൽഫ് ഓർ ഹെർസെൽഫ്, ആണായിക്കോട്ടെ അതല്ല സ്ത്രീ ആയിക്കോട്ടെ, അവർക്ക് സ്വയം മനസ്സിലാക്കാനുമുള്ള എബിലിറ്റി. ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ആര് പറയുന്നു? അതായത് കമ്മ്യൂണിക്കേഷന്റെ രണ്ടാമത്തെ ഡെഫിനിഷൻ ജോൺ അഡാൾ പറയുന്നു. മൂന്നാമത്തേത് വില്യം ന്യൂമാനും ചാൾസ് സംനറും. ഇവരെന്താ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഫാക്ട്സ്, ഒപ്പീനിയൻസ് ഓർ ഇമോഷൻസ് ഓഫ് ടു ഓർ മോർ പേഴ്സൺസ്. രണ്ടോ അതിലധികമോ ആളുകൾ തമ്മിൽ അവരുടെ ഇമോഷൻസ്, ഒപ്പീനിയൻസ്, അവരുടെ ഫാക്ട്സ്, ഐഡിയാസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നു എന്ന് ന്യൂമാനും സംനറും പറയുന്നു. അടുത്തത് ലൂയിസ് അലൻ ആണ്. ലൂയിസ് എ അലൻ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബ്രിഡ്ജ് ഓഫ് മീനിങ്. ആശയങ്ങളുടെ ഒരു ബ്രിഡ്ജാണ് കമ്മ്യൂണിക്കേഷൻ. ആശയങ്ങളുടെ ഒരു കണക്ഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ. മീനിങ്ങിന്റെ, ആശയങ്ങളല്ല മീനിങ്. It involves a systematic and continuous process of telling, listening and understanding. അതായത് പറയുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും മനസ്സിലാക്കുന്നതിൻ്റെയും ഒരു തുടർച്ചയായ പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് ലൂയിസ് എ അലൻ പറയുന്നു. അവസാനത്തേത് പീറ്റർ ലിറ്റിൽ, കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് by which information is transmitted between individuals or organizations. അതായത് സ്ഥാപനങ്ങളുടെയും ആളുകൾക്കുമിടയിൽ ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് കമ്മ്യൂണിക്കേഷൻ. സോ ദാറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് റെസ്പോൺസ് റിസൾട്ട്. ഇത്തരത്തിൽ ആശയം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് റിസൾട്ട് ചെയ്യുന്നു എന്നും കൂടി പീറ്റർ ലിറ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു 5 ഡെഫിനിഷൻസ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കട്ടോ. അപ്പോൾ ഓക്കെ സ്റ്റുഡൻസ്, അടുത്തതായി നമ്മൾ പ്രധാനപ്പെട്ട എസ്സേയിലേക്ക് വരികയാണ്. ഇതാണ് നമ്മളെ ചോദ്യം. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ?
കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അതായത് നമുക്കിവിടെ പഠിക്കാൻ നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്, അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്, ടൈംലിനെസ് ഉണ്ട്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രിവിറ്റി, അണ്ടർസ്റ്റാൻഡിങ്. ഇത്രയും പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ എക്സാമിന് ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടോ 5 മാർക്കിനോ 10 മാർക്കിനോ വരാം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പരിഗണിച്ചുകൊണ്ട് തന്നെ പഠിക്കാം. നമുക്ക് ആദ്യം ഒരു ഷോർട്ട് ഇൻട്രോ ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈസ് ടു ജനറേറ്റ് റെസ്പോൺസ് ഫ്രം ദ റിസീവർ. റിസീവറിൽ നിന്നും, അതായത് കേൾക്കുന്ന ആളിൽ നിന്നും, ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളിൽ നിന്നും ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ റെസിപ്പിയന്റ് അല്ലെങ്കിൽ റിസീവറിൽ നിന്നും ഒരു റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ സെൻഡർക്ക് കഴിയണം. കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് എനി റെസ്പോൺസ് ഈസ് നോട്ട് ഇഫക്റ്റീവ്. യാതൊരു വിധത്തിലുമില്ല, യാതൊരു തരത്തിലുമുള്ള റെസ്പോൺസ് ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമല്ല. കമ്മ്യൂണിക്കേഷൻ ആണോ, റെസ്പോൺസ് വേണം. ഇനി ഫോർ പ്രോപ്പർ റിസപ്ഷൻ ആൻഡ് ഫീഡ്ബാക്ക് ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇഫക്റ്റീവ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ അതിന് കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കും അതുപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് റിസപ്ഷൻ, ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇഫക്റ്റീവ്. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണം. ഇനി കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണമെങ്കിൽ എന്തു വേണം? താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവണം. ഇഫക്റ്റീവ് ആയാൽ മാത്രമേ ഫീഡ്ബാക്കും റിസപ്ഷനും ഉണ്ടാവുള്ളൂ. പക്ഷെ ഇഫക്റ്റീവ് ആവണമെങ്കിൽ താഴെ പറയുന്ന പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ ഫോളോ ചെയ്യണം. ഇറ്റ് മസ്റ്റ് ഹോൾഡ് എ ഹയർ ഡിഗ്രി ഓഫ് ക്ലാരിറ്റി. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിന് നല്ല ഉയർന്ന ക്ലാരിറ്റി വേണം. പറയുന്ന കാര്യത്തിന് വ്യക്തത വേണം. ദ റെസിപ്പിയന്റ് മസ്റ്റ് ബി നോളേജബിൾ. അതിലുപരിയായിട്ട് നമ്മളുടെ റെസിപ്പിയന്റ്, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കേൾക്കുന്ന അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് അറിവുണ്ടായിരിക്കണം. എത്രത്തോളം? ചുരുങ്ങിയത് ഇനഫ് ടു റിസീവ് ദ സെൻഡേഴ്സ് മെസ്സേജ്. സെൻഡർ അയക്കുന്ന മെസ്സേജ്, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് റിസീവ് ചെയ്യാൻ, അത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രം നോളേജബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിന് റെസ്പോൺസ് കിട്ടുള്ളൂ. നമ്മളൊരു കാര്യം ഒരാളോട് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള നോളേജ്, അതിനുള്ളൊരു ശേഷി കേൾക്കുന്നവന് വേണം. എന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് അയാൾക്കൊരു ഫീഡ്ബാക്ക് നൽകാൻ കഴിയൂ. അപ്പം അത്തരത്തിലുള്ള ദ റെസിപ്പിയന്റ് മസ്റ്റ് ബി നോളേജബിൾ ഇനഫ് ടു റിസീവ് ദ സെൻഡേഴ്സ് മെസ്സേജ് ആൻഡ് ഗിവ് പോസിബിൾ ഫീഡ്ബാക്ക്. ഒരു മെസ്സേജിന് ആവശ്യമായൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനും ആ മെസ്സേജ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഒരു നോളേജ് റെസിപ്പിയന്റിന് വേണം. അത് ഉണ്ടോ എന്ന് സെൻഡറാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അയാൾക്കുള്ള നോളേജിനനുസരിച്ചുള്ള മെസ്സേജ് എന്ത് ചെയ്യണം? സെൻഡ് ചെയ്യണം. എന്ന കുട്ടികളെ, ഇനി നമുക്ക് പ്രിൻസിപ്പിൾസിലേക്കാണ് കടന്നാലോ. ഒന്നാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ബിക്കംസ് ഇഫക്റ്റീവ് ഓൺലി വെൻ ദ റെസിപ്പിയന്റ് അണ്ടർസ്റ്റാൻഡ്സ് ദ സെൻഡേഴ്സ് ഇന്റൻഷൻസ് ഇൻ എ പെർട്ടിക്കുലർ കൾച്ചറൽ മീലിയു. അതായത് ഒരു പ്രത്യേക കൾച്ചറൽ മീലിയു. ഒരു കൾച്ചറൽ മീലിയു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക ചുറ്റുപാട്, ഒരു പ്രത്യേക സാഹചര്യം. ആ ഒരു സാഹചര്യത്തെ തീരുമാനിക്കുന്നത് ഭാഷാപരമായിട്ടുള്ള ഒരു പരിധി, സംസ്കാരപരമായിട്ടുള്ള ഒരു പരിധി. ആ പരിധിക്കുള്ളിൽ ഒരു സെൻഡർ അയക്കുന്ന മെസ്സേജ് റെസിപ്പിയന്റിന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത്.
അതായത് ആ കൾച്ചറൽ മീലിയു എന്ന് പറയുന്നത് ഭാഷാപരമായിട്ടും സാംസ്കാരികമായിട്ടുമുള്ള ഒരു ചുറ്റുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ മലയാള സംസ്കാരം ഉള്ള ഒരു മേഖല. അപ്പൊ അത്തരം ഒരു ചുറ്റുപാടിനുള്ളിൽ നിൽക്കുന്ന റെസിപ്പിയന്റിന് ലഭിക്കുന്ന മെസ്സേജ് അയാൾക്ക് മനസ്സിലായാൽ മാത്രമേ അവിടെ കമ്മ്യൂണിക്കേഷൻ ഫലപ്രദമാകുന്നുള്ളൂ. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ക്ലിയർ വെദർ ഇറ്റ് ഈസ് സ്പോക്കൺ ഓർ റിട്ടൺ. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. അത് സ്പോക്കൺ ആണെങ്കിലും ശരി, റിട്ടൺ ആണെങ്കിലും ശരി, അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം ക്ലിയർ ആയിരിക്കണം. അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. ദ മെസ്സേജ് മസ്റ്റ് ബി കൺസൈസ്. അടുത്ത കാര്യം, മെസ്സേജ് കൺസൈസ് ആയിരിക്കണം. മെസ്സേജ് കൺസൈസ് ആവാൻ വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജ് കൃത്യമായിരിക്കണം. മെസ്സേജിന് പൂർണ്ണത ഉണ്ടായിരിക്കണം, കൃത്യമായിരിക്കണം മെസ്സേജ്. അതായത് ലീവിങ് നോ റൂം ഫോർ ഡൗട്ട്സ്. ആ മെസ്സേജിനകത്ത് സംശയത്തിനുള്ള സാധ്യത വരരുത്. സംശയത്തിന് ഇടം കൊടുക്കാതെ ആ മെസ്സേജ് കൺസൈസ്, കൃത്യതയുള്ളതായിരിക്കണം. അടുത്ത പോയിന്റ്, ദ ഫ്രെയിം ഓഫ് റെഫറൻസ് ഓഫ് ബോത്ത് സെൻഡർ ആൻഡ് റിസീവർ ഓഫ് ദ മെസ്സേജ് ഷുഡ് ബി ദ സെയിം. ഒരു മെസ്സേജിനെ സംബന്ധിച്ചിടത്തോളം സെൻഡറുടെയും റിസീവറുടെയും ഫ്രെയിം ഓഫ് റെഫറൻസ് സെയിം ആയിരിക്കണം. ഒരു മെസ്സേജിനെ സംബന്ധിച്ചിടത്തോളം സെൻഡറുടെയും റിസീവറുടെയും ഫ്രെയിം ഓഫ് റെഫറൻസ് തുല്യമായിരിക്കണം, സെയിം ആയിരിക്കണം. ആദ്യം എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ്? ഇപ്പൊ എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയത്തെ കുറിച്ച് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആ വിഷയം സംബന്ധിച്ച എൻ്റെ നോളേജും എൻ്റെ റെസിപ്പിയന്റ്, അതായത് മെസ്സേജ് കിട്ടുന്നവന്റെ നോളേജും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടക്കൂ. അതായത് കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്തിനോട്. പക്ഷെ എൻ്റെ സുഹൃത്ത് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത്തരം എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തിന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് ഫീഡ്ബാക്ക് ഉണ്ടാവില്ല. എന്താ കാരണം? എന്താണ് ഞാൻ അയാൾക്ക് മെസ്സേജ് ചെയ്തതെന്ന് അയാൾക്ക് മനസ്സിലാവില്ല. കാരണം ഈ മെസ്സേജ് അയച്ച ഞാനെന്ന് പറയുന്ന സെൻഡറുടെയും ആ മെസ്സേജ് സ്വീകരിച്ച റിസീവറുടെയും ഫ്രെയിം ഓഫ് റെഫറൻസ് ഡിഫറൻ്റ് ആണ്. കാരണം ഈ വിഷയത്തിൽ എനിക്ക് അറിവുണ്ട്, എൻ്റെ റിസീവർക്ക്, എൻ്റെ സുഹൃത്തിന് അറിവില്ല. ഇങ്ങനെ വരാൻ പാടില്ല. കാരണം ഒരു മെസ്സേജിനെ സംബന്ധിച്ചിടത്തോളം സെൻഡറുടെയും റിസീവറുടെയും ഫ്രെയിം ഓഫ് റെഫറൻസ് സെയിം ആയിരിക്കണം. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെസ്സേജിലെ വിഷയം സംബന്ധിച്ച അറിവ് രണ്ടുപേർക്കും തുല്യ അറിവുണ്ടായിരിക്കണം. കാരണം ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ രണ്ടുപേരാണെങ്കിൽ ആ വിഷയത്തിൽ രണ്ടുപേർക്കും അറിവ് വേണ്ടേ? എന്നാൽ മാത്രമല്ലേ ഡിസ്കഷൻ നടക്കൂ. അതന്നെയാണ് ഇവിടുത്തെയും വിഷയം. ഇനി അടുത്ത പ്രിൻസിപ്പിൾ, രണ്ടാമത്തേത് പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ എന്നുള്ളതാണ്. ശ്രദ്ധ. നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ശ്രദ്ധിക്കാൻ എന്താ വേണ്ടത്? അതാണ് അടുത്ത തത്വം. അതായത് നമ്മളെ റിസീവർ ആരാണെങ്കിലും അയാൾ ശ്രദ്ധിച്ചാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവൂ. ദ പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ സ്റ്റേറ്റ്സ് ദാറ്റ്. പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ പറയുന്നത് ഇതാണ്: ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ക്രാഫ്റ്റഡ്. നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ക്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ഇൻ എ മാനർ, ഈ രീതിയിലാണ്. ഏത് രീതിയിൽ? ദാറ്റ് ക്യാപ്റ്റിവേറ്റ്സ് റെസിപ്പിയൻസ് അറ്റൻഷൻ. റെസിപ്പിയന്റിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ. ആ രീതി ഏതാണെന്ന് ആരാണ് കണ്ടെത്തേണ്ടത്? സെന്റർ കണ്ടെത്തണം. ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഞാനത് ഏത് രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിന്റെ അറ്റൻഷൻ ക്യാപ്റ്റിവേറ്റ് ചെയ്യാൻ പറ്റും, അതിന് പറ്റിയ മാനർ, അതിന് പറ്റിയ രീതി ഞാൻ കണ്ടെത്തിയേ തീരൂ. എന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവും. അപ്പോൾ ഒരു കാര്യം എങ്ങനെ പറയണം, അതിൻ്റെ മാനർ വളരെ പ്രധാനപ്പെട്ടതാണ്.
ദ മെസ്സേജ് ഷുഡ് ബി കൺവേഡ്. നമ്മൾ ആ മെസ്സേജ് കൺവേ ചെയ്യണം, നമ്മളുടെ റെസിപ്പിയന്റിലേക്ക് എത്തിക്കണം. ഇൻ എ ഫ്രണ്ട്ലി ആൻഡ് സൗണ്ട് വേ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ തന്നെ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി, നല്ലതായ രീതിയിൽ, അതായത് വളരെ അനുയോജ്യമായ, വളരെ ഫ്രണ്ട്ലി ആയ ഒരു രീതിയിൽ വേണം നമ്മൾ മെസ്സേജ് കൺവേ ചെയ്യാൻ. നമ്മുടെ അടുത്ത പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ബ്രിവിറ്റി. ബ്രിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട്നെസ് എന്ന, ഷോർട്ടാക്കുക, മെസ്സേജ് ഷോർട്ടാക്കുക. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാം ഷോർട്ടാണ്. എന്താ കാരണം? ആർക്കും സമയമില്ല, മെസ്സേജിന്റെ കാര്യത്തിനും സമയമില്ല. അതുകൊണ്ട് മെസ്സേജ് വലുതാണെങ്കിൽ ആരും ശ്രദ്ധിക്കൂല കേട്ടോ. ദ മെസ്സേജ് ദാറ്റ് നീഡ്സ് ടു ബി കൺവേഡ്. നമുക്ക് കൺവേ ചെയ്യേണ്ട മെസ്സേജ്, നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട മെസ്സേജ് മസ്റ്റ് ബി ഷോർട്ടായിരിക്കണം. ബിക്കോസ്, കാരണം. എന്താ കാരണം? ദ ലിസണർ ഡസ് നോട്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ് ഓൺ വൺ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മളുടെ ലിസണറെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷന്റെ ഒരു പീസ് ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. ആ സമയത്ത് നമ്മളൊരു 10 പീസൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആർക്കും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ഷുഡ് ബി ഷോർട്ടായിരിക്കണം, നിർബന്ധമാണ്. നമ്മളെ മെസ്സേജ് മസ്റ്റ് ബി ഷോർട്ട്, നിർബന്ധമായിട്ടും ഷോർട്ടായിരിക്കണം. കാരണം ദ ലിസണർ ഡസ് നോട്ട് ഹാവ് മച്ച് ടൈം ടു സ്പെൻഡ്. ചെലവഴിക്കാൻ സമയം ലിസണർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ മെസ്സേജ് നിർബന്ധമായിട്ടും നമ്മൾ ഷോർട്ടാക്കണം. കാരണം നമ്മളുടെ ലിസണർ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മളുടെ ആവശ്യമായതുകൊണ്ട് മാക്സിമം മെസ്സേജ് ഷോർട്ടാക്കാൻ ശ്രമിക്കാം. ഇനി ഷോർട്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്ലാരിറ്റി ആൻഡ് ഫുൾനെസ്. നമ്മൾ ഷോർട്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. ഷോർട്ടാക്കണം, പക്ഷേ ക്ലാരിറ്റി വേണം, വ്യക്തത വേണം, ഫുൾനെസ്, പൂർണ്ണതയും വേണം. അതായത് പകുതി പറഞ്ഞാലൊന്നും പോരാ. അതായത് ക്ലാരിറ്റി ആൻഡ് ഫുൾനെസ് ഓഫ് ദ മെസ്സേജ് ആർ ഇമ്പോർട്ടൻറ്റ്. ഒരു മെസ്സേജിനെ സംബന്ധിച്ചിടത്തോളം ക്ലാരിറ്റിയും ഫുൾനെസ്സും വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇതുണ്ടെങ്കിൽ മാത്രമേ ഫോർ കോംപ്രിഹെൻഷൻ ആ മെസ്സേജ് മനസ്സിലാവൂ. അപ്പോൾ ഒരു മെസ്സേജിനെ സംബന്ധിച്ചിടത്തോളം ഫോർ കോംപ്രിഹെൻഷൻ ആ മെസ്സേജ് മനസ്സിലാവണമെങ്കിൽ ക്ലാരിറ്റി ആൻഡ് ഫുൾനെസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ദ 3 റിക്വയർമെന്റ്സ്. ഒരു മെസ്സേജിന് ആവശ്യമായ 3 കാര്യങ്ങൾ ഏതൊക്കെയാ? 1 ബ്രിവിറ്റി, 2 ക്ലാരിറ്റി, 3 കംപ്ലീറ്റ്നെസ്. ഈ 3 കാര്യങ്ങളും മസ്റ്റ് ബി ബാലൻസ്ഡ് ബൈ ദ സെൻഡർ. നിർബന്ധമായിട്ടും ഒരു മെസ്സേജിൽ സെൻഡർ ബാലൻസ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങളും സെൻഡർ ബാലൻസ് ചെയ്യണം. എന്താ ബാലൻസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളും കൂടാനും പാടില്ല, കുറയാനും പാടില്ല, കൃത്യമായിട്ട് വരണം, ബാലൻസ് ചെയ്യണം. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? ബ്രിവിറ്റി, ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ ഷോർട്ടാവാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്ലാരിറ്റി, വ്യക്തത വളരെ കൂടുമ്പോൾ ബ്രിവിറ്റി ഇല്ലാണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്നെസ്. ഈ 3 കാര്യത്തിലും വേണ്ടത് ബാലൻസ്ഡ് അപ്രോച്ചാണ്, ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു സമീപനമാണ് വേണ്ടത്. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ്. അതായത് ടൈം എന്നുള്ളതാണ്. അതായത് കിട്ടേണ്ടത് സമയത്ത് കിട്ടണം, അല്ലെങ്കിൽ കൊടുക്കേണ്ടത് സമയത്ത് കൊടുക്കണം. എന്തൊന്നാണെങ്കിലും സമയം കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല, അല്ലെ? ഇപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞ പോലെ, അല്ലെ? അതായത് നിങ്ങൾ എനിക്ക് മെസ്സേജ് തന്നു, സർ 26-ാം തീയതി എക്സാം, അല്ലെ? അപ്പോ ഞാനും ഒരു തീരുമാനം എടുത്തു, നമ്മൾ ഇന്നു മുതൽ നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഓരോ വീഡിയോ നമ്മൾ ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? എക്സാമിന് മുൻപ് നമുക്ക് മാക്സിമം പെട്ടെന്ന് നമുക്ക് തീർക്കണം കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും വീഡിയോ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ടൈംലിനെസ്? ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ടൈംലിനെസ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ടൈംലി. കമ്മ്യൂണിക്കേഷൻ സമയത്തായിരിക്കണം, അറിയിക്കേണ്ട കാര്യം സമയത്ത് അറിയിക്കണം. അതായത് ഇറ്റ് ഷുഡ് ബി കൺവേഡ് അറ്റ് ദി അപ്രോപ്രിയേറ്റ് മൊമെന്റ് വെൻ ഇറ്റ് നീഡ്സ്.
എപ്പോഴാണോ അതിൻ്റെ ആവശ്യമുള്ളത് ആ സമയത്ത് അറിയിക്കണം. കണ്ടോ, when it needs to be received by the recipient, എപ്പോഴാണോ റെസിപ്പിയന്റ് അത് സ്വീകരിക്കേണ്ടത് ആ സമയത്ത്, അല്ലാതെ നമ്മളുടെ സൗകര്യത്തിനല്ല. അതായത് നമ്മളൊരു കാര്യം എത്തിക്കേണ്ടത് നമ്മളുടെ സൗകര്യത്തിനല്ല, മറിച്ച് when it needs to be received, എപ്പോഴാണോ അത് റിസീവ് ചെയ്യേണ്ടത് ആ സമയമാണ് അപ്രോപ്രിയേറ്റ് മൊമെന്റ്. ആ സമയത്ത് തന്നെ അത് അറിയിക്കണം. അതാണ് ടൈംലി. എന്താ കാരണം? ഡിലേഡ് കമ്മ്യൂണിക്കേഷൻ ലൂസസ്, അതായത് ഡിലേഡ് ആയിട്ട് താമസിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, ഡിലേ ആവുന്ന കമ്മ്യൂണിക്കേഷൻ ലൂസസ് ഇറ്റ്സ് റെലവൻസ്. LOSES, ലൂസസ്, നഷ്ടപ്പെടുക. ലൂസസ് എന്നാ വായിക്കാട്ടോ. ഡിലേഡ് കമ്മ്യൂണിക്കേഷൻ ലൂസസ്, അതായത് താമസിക്കുന്ന കമ്മ്യൂണിക്കേഷന് നഷ്ടപ്പെടുന്നു. ഇറ്റ്സ് റിലവൻസ് ആൻഡ് ഇഫക്റ്റീവ്നെസ്, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രാപ്തിയും അതിൻ്റെ ഇഫക്റ്റീവ്നെസ്. എന്തൊരു കാര്യമാണെങ്കിലും അത് ഇഫക്റ്റീവ് ആവണം, അത് ഫലപ്പെടണം. അതായത് കമ്മ്യൂണിക്കേഷൻ ഡിലേഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് ഇഫക്റ്റീവ്നെസ് ഉണ്ടാവുക, അതിന് എന്ത് പ്രാധാന്യം ഉണ്ടാവുക? എന്താ കാരണം? when the opportunity for taking action on it has passed, അതായത് ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ റെസിപ്പിയന്റിന് ലഭിച്ചു കഴിഞ്ഞാൽ, എന്ത് തീരുമാനമാണോ റെസിപ്പിയന്റ്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷനിൽ എന്ത് ആക്ഷൻ ആണോ റെസിപ്പിയന്റ് എടുക്കേണ്ടത്, ഫോർ ടേക്കിംഗ് ആക്ഷൻ ഓൺ ഇറ്റ്, ആ മെസ്സേജിൽ ആക്ഷൻ എടുക്കുന്നതിന് ഹാസ് പാസ്ഡ്, സമയം കഴിഞ്ഞുപോയി. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഇന്റർവ്യൂ കാർഡ് നാളെ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതായത് ഹാസ് പാസ്ഡ്, എൻ്റെ ആവശ്യം കഴിഞ്ഞുപോയി. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് സമയത്ത് വരണം. ഡിലേഡ് ആയിട്ട് വരുന്ന മെസ്സേജിന് പ്രാധാന്യവും റെലവൻസും ഇഫക്റ്റീവ്നെസ്സും ഉണ്ടാവില്ല. എന്താ കാരണം? ഓപ്പർച്യൂണിറ്റി ഫോർ ടേക്കിംഗ് ആക്ഷൻ ഓൺ ഇറ്റ്, ആ ഒരു മെസ്സേജ്, ആ മെസ്സേജിന് വേണ്ടി, ആ മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിന്റെ അവസരം, ഓപ്പർച്യൂണിറ്റി ഹാസ് പാസ്ഡ്, അവസരം കഴിഞ്ഞു പോയി. ഇന്നാണ് ഇന്റർവ്യൂ, ഇന്നാണ് ഓപ്പർച്യൂണിറ്റി. കാർഡ് വന്നത് നാളെയാണ്. നാളെ വന്ന കാർഡിന് ഒരു പ്രാധാന്യവും ഇല്ല. കാരണം വന്ന പോലെ നമ്മളാണ് തിരിച്ചു കൊടുക്കും. നോക്കൂ, അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ്നെസ് ആണ്. ഒരു മെസ്സേജിന്റെ അപ്രോപ്രിയേറ്റ്നെസ്, അതായത് അനുയോജ്യം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഈ അപ്രോപ്രിയേറ്റ്നെസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ദ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ആക്സെപ്റ്റബിൾ ഓർ ലോജിക്കൽ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്വീകാര്യമായിരിക്കണം, ലോജിക്കൽ, അത് യുക്തിപൂർവമായിരിക്കണം. രണ്ട് പോയിന്റാണ് ആക്സെപ്റ്റബിൾ ആൻഡ് ലോജിക്കൽ. ദാറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്നെസ്, അതായത് ആക്സെപ്റ്റബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ലോജിക്കൽ ആയിരിക്കണം. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ ഷുഡ് ഓൾവേസ് ബി ഇൻ സിമ്പിൾ ലാംഗ്വേജ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോജിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു വ്യക്തിയോട് ഒരു കാര്യം പറയുന്നത്, ഒരു മെസ്സേജ് ഒരു വ്യക്തിക്ക് അയക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ വ്യക്തിക്ക് ആ കാര്യം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യം പറയണം. അതാണ് ഇവിടെ സിമ്പിൾ ലാംഗ്വേജ്, അതാണ് ലോജിക്കൽ എന്ന് പറയുന്നത്. അതായത് അതിന് യുക്തി ഉണ്ടായിരിക്കണം, അതാണ് അനുയോജ്യമായിരിക്കണം എന്ന് പറയുന്നത്. അതായത് മനസ്സിലാകുന്ന രീതിയിൽ, മനസ്സിലാകുന്ന ഭാഷ ഉപയോഗിച്ച് പറയണം. ഐഡിയാസ് ഷുഡ് ബി ക്ലിയർ, നമ്മളുടെ ആശയങ്ങൾ വ്യക്തമായിരിക്കണം. ആൻഡ് ബി ഡിവോയ്ഡ് ഓഫ് എനി ഡൗട്ട്, നമ്മളുടെ മെസ്സേജിൽ സംശയം ഉണ്ടാവരുത്. കാരണം കാര്യം മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് നമ്മളെ മെസ്സേജ്. അപ്പോ ആ മെസ്സേജിനകത്ത് സംശയത്തിന് ഇടവരരുത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടെക്നിക്കൽ വേർഡ്സ് ആൻഡ് വേർഡ്സ് വിത്ത് വേരിയസ് മീനിങ്സ് ഷുഡ് ബി യൂസ്ഡ് ദ മിനിമം. അതായത് ടെക്നിക്കൽ വേർഡ്സ്, അതായത് ടെക്നിക്കൽ വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ഫ്രീക്വൻസി വരുന്ന വേർഡ്സ്. അതായത് നമ്മൾ
വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന പദങ്ങൾ, ടെക്നിക്കലായി മാത്രം ഉപയോഗിക്കുന്ന പദങ്ങൾ, അത്തരം പദങ്ങൾ എല്ലാവർക്കും അറിയില്ല, മെഡിക്കൽ ടേംസ് പോലെ. അപ്പൊ ഇത്തരം പദങ്ങൾ, അതുപോലെ തന്നെ വേരിയസ് മീനിങ്സ് ഉള്ള വാക്കുകൾ, പല പല അർത്ഥങ്ങളുള്ള വാക്കുകൾ, ഈ രണ്ട് തരത്തിലുള്ള വാക്കുകളും ഷുഡ് ബി യൂസ്ഡ് ടു ദ മിനിമം. മിനിമം ഉപയോഗിക്കാം. മിനിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന്, ആവശ്യമല്ലേ ഒഴിവാക്കുക. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വാക്കുകൾ, പല അർത്ഥങ്ങളുള്ള വാക്കുകൾ, അതുപോലെ തന്നെ ടെക്നിക്കൽ വേർഡ്സ്, അവ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസീവർക്ക് സംശയം ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തത വരില്ല, അവിടെ കമ്മ്യൂണിക്കേഷൻ അപ്രോപ്രിയേറ്റ് ആവൂല. അതായത് നമ്മൾ ആളെ നോക്കി മെസ്സേജ് അയക്കാം, ആളെ നോക്കിയിട്ട് ആ വ്യക്തിക്ക് അനുയോജ്യമായിട്ട്, ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന തരത്തിൽ, സിമ്പിൾ ലാംഗ്വേജിൽ ക്ലാരിറ്റി വേണം. മനസ്സിലാവാത്ത ടെക്നിക്കൽ വേർഡ്സ്, ഡബിൾ മീനിങ്സും വേരിയസ് മീനിങ്സും വരുന്ന പദങ്ങളെ ഒഴിവാക്കുക. ഇനി പറയാനുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്, അതായത് ലാസ്റ്റ് വൺ ആണ് ഇത് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്, ഇതും കൂടി പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബി ടു വേ. കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ടും ടു വേ ആയിരിക്കണം. നമ്മളൊരു കാര്യം, ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് റിപ്ലൈ വരണം. റിപ്ലൈ വരുമ്പോഴാണ് ടു വേ എന്ന് പറയാം. അല്ലെങ്കിൽ അത് വൺ വേ ആയിരിക്കും. റേഡിയോ ഒക്കെ ഇങ്ങനെ പറയുന്ന പോലെ വൺ വേ, അങ്ങനെയല്ല. ഇപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷനും എന്താണ്? ടു വേ പ്രോസസ്സാണ്. നിങ്ങൾ ഇതിന് എനിക്ക് മറുപടി അയക്കുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ ടു വേ ആയിരിക്കണം. അതായത് റെസിപ്പിയന്റിന്റെ റിപ്ലൈ വേണം. റെസിപ്പിയൻസ് റിപ്ലൈ ടു ദ മെസ്സേജ്. മെസ്സേജിന് റെസിപ്പിയന്റ് അയക്കുന്ന റിപ്ലൈ, മറുപടി മസ്റ്റ് ബി ജസ്റ്റ് ആസ് സിമ്പിൾ. മറുപടി എന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം. എന്തിനു വേണ്ടി? ഫോർ ദ സെൻഡർ ടു അണ്ടർസ്റ്റാൻഡ്. സെൻഡർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. അതായത് സെൻഡർ അയച്ച മെസ്സേജ് സിമ്പിൾ ആയതുകൊണ്ട് റിസീവർ മനസ്സിലാക്കി. ഇനി റിസീവർ സെൻഡർക്ക് അയക്കുന്ന ഫീഡ്ബാക്കും എന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം, സെൻഡർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. ഓക്കെ, ഇനി നോക്കൂ, ഫീഡ്ബാക്ക്. എന്താ ഫീഡ്ബാക്കിന്റെ പ്രാധാന്യം? ഫീഡ്ബാക്ക് സെർവ്സ് ദി പർപ്പസ് ഓഫ് എയ്ഡിങ് ദ സെൻഡർ in adjusting their messages based on the recipient's response. അതായത് ഈ ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ഫീഡ്ബാക്ക് സെർവ്സ് ദി പർപ്പസ് ഓഫ് എയ്ഡിങ്. ഫീഡ്ബാക്കിന്റെ പർപ്പസ്, ഫീഡ്ബാക്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എയ്ഡിങ്, സഹായിക്കലാണ്. എയ്ഡിങ് ദ സെൻഡർ. ഫീഡ്ബാക്ക് സെൻഡറെ സഹായിക്കുന്നു, എയ്ഡ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇൻ adjusting their messages based on the recipient's response. അതായത് റെസിപ്പിയന്റിന്റെ റെസ്പോൺസ് ഉണ്ടല്ലോ, പ്രതികരണം, ആ പ്രതികരണത്തിനനുസരിച്ച് അവരുടെ മെസ്സേജിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ഇങ്ങോട്ട് പറയുന്ന കാര്യം എന്താണോ അതിനനുസരിച്ച് മറുപടി സെറ്റ് ചെയ്യാൻ സെൻഡറെ സഹായിക്കുന്നത് ഫീഡ്ബാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഫീഡ്ബാക്ക് സെൻഡർക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. എന്നാൽ മാത്രമേ അതിനനുസരിച്ചിട്ടുള്ള ഒരു മെസ്സേജ് അഡ്ജസ്റ്റ് ചെയ്യാൻ സെൻഡർക്ക് കഴിയൂ. അപ്പൊ അത്തരത്തിലുള്ള മെസ്സേജുകൾ സെൻഡറും അതുപോലെ തന്നെ റിസീവറും അവരുടെ ഫീഡ്ബാക്സിനനുസരിച്ച് മെസ്സേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിങ് ഇൻ സ്ട്രോങ്ങർ ആൻഡ് മോർ ഇഫക്റ്റീവ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്. അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാകുന്നു. അപ്പൊ അവർക്കിടയിൽ ശക്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിസൾട്ടിങ് ഉണ്ടാകുന്നതിന് കാരണമാകും ഫീഡ്ബാക്ക്. അപ്പൊ ഫീഡ്ബാക്ക് വേണം. ഇപ്പൊ നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലേ? അതായത് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്കും എൻ്റെ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കും, നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത്? അതായത് നിങ്ങളുടെ ഫീഡ്ബാക്ക്
അല്ലെ, നിങ്ങൾ എനിക്ക് നൽകുന്ന ഫീഡ്ബാക്ക്, ആ ഫീഡ്ബാക്ക് നോക്കിയിട്ട് ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്ലാസ് നൽകുന്നു. അതായത് നിങ്ങൾ എന്നോട് പറയാണ് സാറേ 26-ാം തീയതിയാണ് എക്സാം, ആ 26-ാം തീയതി ആകുമ്പോഴേക്ക് സാർ എന്ത് ചെയ്യണം, ക്ലാസ് തീർത്തു തരണം, അല്ലെ സാർ കുറച്ച് എന്ത് ചെയ്യണം, ക്ലാസ് ഒന്ന് സ്പീഡപ്പ് ആക്കണം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുകയാണെന്ത്, ഇനി മുതൽ ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന സബ്ജക്റ്റിൽ എന്നും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, അല്ലേ. അപ്പൊ എന്താന്ന് വെച്ചാൽ അത്തരം ഒരു മെസ്സേജ് ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഞാൻ ഈ ഒരു മെസ്സേജ് അഡ്ജസ്റ്റ് ചെയ്തത്. കാരണം ഇതിലൂടെ നമ്മൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആവുന്നു. അപ്പൊ ഇവിടെയാണ് ഫീഡ്ബാക്കിന്റെ പ്രാധാന്യം. അപ്പൊ ഞാനിതിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് മാത്രമല്ല, അതായത് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്ന് മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി മുതൽ എല്ലാ ദിവസവും നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. മാക്സിമം ഓരോ ചാപ്റ്റേഴ്സ് വെച്ച് നമ്മൾ മാക്സിമം കവർ ചെയ്യാനും ശ്രമിക്കും കേട്ടോ. അപ്പൊ എന്തായി കഴിഞ്ഞാലും എല്ലാ ആളുകളും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണം. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.